വടക്ക് കിഴക്കൻ പോരിൽ ത്രിപുരയിലും നാഗാലാൻഡിലും ഭരണ തുടർച്ച ഉറപ്പിച്ച് ബിജെപി. ത്രിപുരയിൽ 34 സീറ്റ് നേടിയാണ് ബിജെപി അധികാരത്തിൽ തിരിച്ചെത്തിയത്. ത്രിപുരയിലെ സിപിഎം കോൺഗ്രസ് സഖ്യം 14 സീറ്റ് നേടിയപ്പോൾ തിപ്രമോത്ത 12 സീറ്റുകളിൽ മുന്നേറി. കഴിഞ്ഞ തവണത്തെ 16 സീറ്റിൽ നിന്നും സിപിഎം മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് 0-ൽ നിന്ന് 3-ആയി നില മെച്ചപ്പെടുത്തി. മേഘാലയയിൽ 4 സീറ്റ് നേടിയ ബിജെപി എൻപിപിക്കൊപ്പം സർക്കാരിന്റെ ഭാഗമായേക്കും. മേഘാലയയിൽ 6 സീറ്റ് ഉറപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് വരവ് ഗംഭീരമാക്കി. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, നിലവിലെ സാഹചര്യം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 3ഇടത്തും ഭരണത്തിന്റെ ഭാഗമായിരുന്നു ബിജെപി. മേഘാലയയിൽ ഉൾപ്പെടെ നില മെച്ചപ്പെടുത്തി ആ സ്ഥിതി തുടരാൻ ബിജെപിക്ക് കഴിയുന്നു എന്നതല്ലേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്? രേണുക, അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആകെ ചിത്രം. 3 സ്ഥലത്തും ബിജെപിക്ക് അധികാര തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലേക്ക് ബിജെപിക്ക് വ്യക്തമായ മേൽക്കൈയുണ്ടായിരിക്കുന്നു. ത്രിപുരയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസും ഇടതു പാർട്ടികളും യോജിച്ചാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ യോജിച്ച് മത്സരിച്ചപ്പോഴും ബിജെപി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഈ സഖ്യത്തിന് കഴിഞ്ഞില്ല. അവിടെ തിപ്രമോത്ത എന്ന ഒരു പുതിയ പാർട്ടി കൂടി രൂപപ്പെട്ടിരുന്നു. ആ പാർട്ടിയിലേക്ക് ശക്തമായ സാന്നിധ്യം, ഗോത്രവർഗ മേഖലയിൽ അതിശക്തമായ സാന്നിധ്യം അറിയിക്കാനും ആ പാർട്ടിക്ക് കഴിഞ്ഞു. 34 സീറ്റാണ്, ആകെ 60 സീറ്റുകളാണ് ത്രിപുരയിലുള്ളത്. അതിൽ 34 സീറ്റാണ് ബിജെപി സഖ്യത്തിന് നേടിയത്. അതിൽ 33 സീറ്റും ബിജെപിയുടേത് തന്നെയാണ്. ഒരു സീറ്റ് മാത്രമാണ് സഖ്യകക്ഷിക്കുള്ളത്. ഇടതു പാർട്ടികൾക്ക് സിപിഎമ്മും കോൺഗ്രസും ചേർന്ന സഖ്യത്തിന് 14 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. തിപ്രമോത്ത പാർട്ടിക്ക് 12 സീറ്റുകളും. ഇതാണ് ത്രിപുരയിലെ കണക്ക്. ആദ്യഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബിജെപി 31 വരെ പോവുകയും പിന്നീട് താഴോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒരു 3-4 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ബിജെപി കൃത്യമായി തന്നെ 30, 31, 32 ആ രീതിയിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തി. പിന്നീട് ആ ഭൂരിപക്ഷം ഏകദേശം ആ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഏതാനും സീറ്റുകളിലെ ഫലങ്ങൾ മാത്രമേ പുറത്തു വരാനുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ത്രിപുരയിൽ കഴിഞ്ഞിരിക്കുന്നു. ബിജെപി ഭരണം തുടർച്ചയായി 2ാം തവണയും ബിജെപി ഭരണം വരും എന്ന് ത്രിപുരയിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മേഘാലയയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൃത്യമായും ഭൂരിപക്ഷം എത്തിയിട്ടില്ല. ഒരു പാർട്ടിക്കായി അവിടെ ഭരണത്തിലെത്താൻ കഴിയുന്നില്ല. മേഘാലയയിൽ എൻപിപിക്ക് 26 സീറ്റുകളാണുള്ളത്. തൃണമൂൽ കോൺഗ്രസിന് 6 സീറ്റുണ്ട്. ബിജെപിക്ക് 4, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 4, ബാക്കി മറ്റുള്ളവർക്ക് 19 എന്നുള്ളതാണ് അവസ്ഥ. അവിടുത്തെ മറ്റുള്ള ചെറിയ ചെറിയ പാർട്ടികൾക്കെല്ലാം 2, 3, 4 വെച്ച് സീറ്റുകളൊക്കെ നിരവധി പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും വലിയ കക്ഷിയായി നിൽക്കുന്നത് NPP തന്നെയാണ്. ഭരണകക്ഷി തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടിയായി നിൽക്കുന്നത്. NPPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി തന്നെ ഉള്ളത്. ഇതിന് ബിജെപി കൂടി അവിടെയും ബിജെപിയുടെ പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ബിജെപി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ബിജെപി നടത്തിയിരുന്നു എന്നതുകൂടി കാണണം. എന്തായാലും അവിടുത്തെ ഫലത്തിൽ ഏറ്റവും പ്രധാനമായി നോക്കാനുള്ളത് തൃണമൂൽ കോൺഗ്രസിന് 6 സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം കോൺഗ്രസിന് 21 MLA-മാരുണ്ടായിരുന്നത് പല പാർട്ടികളിലായി പലപ്പോഴായി ഇവർ മാറി. അതിൽ 11 പേർ മാറിയത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിനെ മേഘാലയയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി മാറുന്നത്. അങ്ങനെ 11 പേരെ അന്ന് MLA-മാരുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതിൽ 6 പേരെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു വലിയ വിജയം തന്നെയാണ്. ബിജെപിയുടേത് 4, കോൺഗ്രസിന് കേവലം 4 സീറ്റുകൾ. കഴിഞ്ഞ തവണ 21 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ പ്രധാന നേതാക്കളെല്ലാം മറുപക്ഷം ചാടുകയും ചിലരൊക്കെ അവസാന ഘട്ടത്തിൽ തിരിച്ചു വന്നിരുന്നു. ചെറുപ്പക്കാരെ ഇറക്കി നടത്തിയ പരീക്ഷണം പക്ഷേ മേഘാലയയിൽ വിജയിച്ചില്ല എന്ന് വേണം കരുതാൻ. 4 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ ഭരണമുന്നണിക്ക് അതിശക്തമായ വിജയം തന്നെയാണ്. യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ ആധികാരികമായ വിജയം തന്നെയാണ്. 1ാം റൗണ്ട് മുതൽ തന്നെ അവിടെ നാഗാലാൻഡിൽ ഭരണമുന്നണി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ 37 സീറ്റുകളാണ് ഭരണമുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം അന്ന് കഴിഞ്ഞ മുഖ്യ പ്രതിപക്ഷ പാർട്ടി അടക്കം കഴിഞ്ഞ തവണ സർക്കാർ അവസാന ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നപ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന NBF-ന് ഇത്തവണ കഴിഞ്ഞ തവണ 18 സീറ്റ് കിട്ടിയ പാർട്ടിക്ക് ഇത്തവണ 2 സീറ്റുകളായി അവിടെ ചുരുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ NPPക്ക് 4 സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. നാഗാലാൻഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അധികാര തർക്കത്തിൻ്റെയോ മറ്റു വിഷയങ്ങളൊന്നും ഒരു തരത്തിലും ഉദിക്കുന്നില്ല. ത്രിപുരയെ സംബന്ധിച്ചും ഉദിക്കുന്നില്ല. ഇനി അധികാരത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരാനുണ്ടെങ്കിൽ ചെറിയ രീതിയിലും സാധ്യത നിലനിൽക്കുന്നത് മേഘാലയയിൽ മാത്രമാണ്.
പക്ഷേ അവിടെ BJP മുൻ വർഷത്തേക്കാൾ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെടുത്തിയ സാഹചര്യത്തിൽ എന്തായാലും മറിച്ചൊരു തീരുമാനമോ നീക്കങ്ങളോ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വകയില്ല. കിരൺ ബാബു, ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ത്രില്ലിംഗ് എലമെന്റ്സ് ഉള്ളത് ത്രിപുരയിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ ഒരു കണക്ക് പറയുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ മറ്റൊരു നില എന്നത് പുറത്തു വിട്ടുകൊണ്ടേയിരുന്നു. പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിലേക്ക് തിരിച്ചെത്തുന്നത് കണ്ടു. പക്ഷേ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെ BJP അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ പോലും അവിടെ ഉണ്ടായിട്ടുള്ള CPM കോൺഗ്രസ് സഖ്യം അതിന്റെ സാഹചര്യം എന്താണ്? എന്തെങ്കിലും പ്രതീക്ഷകൾ അവരെ സംബന്ധിച്ച് ഇനിയുണ്ടോ? കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താനായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ CPM നേരത്തെ കഴിഞ്ഞ തവണത്തേക്കാൾ പിറകോട്ട് പോയിരിക്കുന്ന ഒരു സാധ്യതയും ഉണ്ട്. പ്രാദേശിക താൽപര്യം മുൻനിർത്തി ഉണ്ടായ സഖ്യമാണ്. പക്ഷേ ദേശീയ സാഹചര്യങ്ങളും വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയ സഖ്യവുമാണ്. അതിന്റെ ഇനിയുള്ള ഭാവി എന്താകും? രേണുക, ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയാം. ദേശീയ ചാനലുകളുടെയും പ്രാദേശിക ചാനലുകളുടെയും വ്യത്യാസം സംബന്ധിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലടക്കം ദേശീയ ചാനലുകൾ മാത്രമല്ല പല ചാനലുകളും പ്രാദേശിക ചാനലുകളടക്കം ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നത് BJPയുടെ ഭൂരിപക്ഷം 45 വരെയുള്ള ഭൂരിപക്ഷം കാണിച്ചിരുന്നു. അപ്പോഴുള്ള നമ്മൾ വളരെ കൃത്യമായി തന്നെ എത്രയായിരുന്നു ആക്ച്വൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, ഒരു ഘട്ടത്തിലും 45ലേക്കോ 40ലേക്കോ BJPയുടെ ഭൂരിപക്ഷം ഉയർന്നിരുന്നില്ല. ചില മണ്ഡലങ്ങൾ മാത്രം ലീഡ് ഉയർന്ന് പരമാവധി 34-35 സീറ്റുകൾ മാത്രമാണ് ഉയർന്നിരുന്നത്. അത് വളരെ കൃത്യമായി തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും അങ്ങനെ ആയിരുന്നില്ല. ചില ഒരു ഭൂരിപക്ഷം ജയിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് കുറച്ചുകൂടി സീറ്റുകൾ അവർക്ക് നൽകി ആ തരത്തിലേക്ക് നൽകുകയായിരുന്നു. സ്വാഭാവികമായും അത്തരം വിമർശനങ്ങളും ചാനലുകൾ തമ്മിലുള്ള വിലയിരുത്തലുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കമുണ്ടായി. അവിടെയെല്ലാം നമുക്ക് ഉറച്ചെന്ന് പറയാൻ കഴിയും. തുടക്കം മുതൽ അവസാനം വരെയും വളരെ കൃത്യമായ ഫലസൂചനകൾ തന്നെയാണ് നൽകിയത്. അവസാന ഘട്ടത്തിൽ നമ്മൾ നൽകിയ ഫലസൂചനയിലേക്ക് മറ്റ് ചാനലുകൾക്ക് അടക്കം വരേണ്ടി വന്നു. മറ്റൊന്ന് രേണുക രണ്ടാമത് സൂചിപ്പിച്ചത് ദേശീയ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേയുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേയോളം മികച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടുത്തെ പ്രാദേശിക ചാനലുകളോ പ്രാദേശിക മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേ പോലെ ഇടത് കോൺഗ്രസ് സഖ്യത്തിന് വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല. രണ്ട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നത് ദേശീയ മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേ തന്നെയാണ്. അതിൽ അവർക്ക് ഇവർ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJP കഴിഞ്ഞില്ല എങ്കിലും 34 സീറ്റുകളിലാണ് നിലവിലുള്ളത്. ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിനോട് ജയിക്കാൻ കഴിഞ്ഞു, ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ത്രിപുരയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെയും CPMന്റെയും സഖ്യമായിരുന്നു. ഈ സഖ്യത്തിന്റെ സാധ്യതയെക്കുറിച്ചാണ് ചോദിച്ചത്. ആ സഖ്യത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചാൽ ഒരു തരത്തിൽ നോക്കിയാൽ ഓരോ കണക്ക് നിയമസഭാ കണക്ക് വെച്ച് നോക്കിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. എന്നാൽ CPMനെ സംബന്ധിച്ച് നിയമസഭാ കണക്കിൽ അത് നേട്ടമല്ല. അത് CPMന് പിന്നോക്ക വോട്ടാണ്. ഒരു സീറ്റ് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലഭിച്ചിരുന്നില്ല. അന്ന് 2% താഴെയായിരുന്നു. 1.89% മാത്രമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട്. ആ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന് ഇന്നിപ്പോൾ 3 സീറ്റുകൾ ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിൽ CPMനെ സംബന്ധിച്ച് 16 സീറ്റുകളും 34% വോട്ടും ഉണ്ടായിരുന്നു. ആ കണക്കിൽ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് വലിയ പരാജയം തന്നെയാണ്, തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റയ്ക്ക് 4 ലെഫ്റ്റ് പാർട്ടികൾ ചേർന്ന് മത്സരിക്കുമ്പോൾ ലെഫ്റ്റ് പാർട്ടികൾ ചേർന്ന് മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഓരോ സീറ്റ് വെച്ചാണ് ബാക്കി 3 പാർട്ടികൾക്കും ഉള്ളത്. അല്ലാതെ ലെഫ്റ്റ് പാർട്ടികൾ ചേർന്ന് മത്സരിക്കുമ്പോൾ CPMനെ സംബന്ധിച്ച് കിട്ടേണ്ട വോട്ടിനേക്കാൾ സീറ്റുകളേക്കാൾ കുറഞ്ഞു എന്നുള്ളത് CPMന് തിരിച്ചടിയാണ്. എന്നാൽ മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ CPM 2 സീറ്റുകളിൽ 2 സീറ്റിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ആകെ വോട്ട് ഷെയർ 34% നിന്ന് 17% കുറഞ്ഞിരുന്നു. പകുതിയായി വോട്ട് ഷെയർ കുറഞ്ഞു. അത്തരമൊരു ഘട്ടത്തിൽ നിന്ന് CPMന് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം പരിശോധിച്ചാൽ CPMനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25% മേൽ വോട്ട് ഷെയർ ഉണ്ടാക്കിയിരുന്നു. ആ ഘട്ടം വെക്കുമ്പോൾ കോൺഗ്രസിന് കാര്യമായ നഷ്ടമുണ്ടായില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടിന്റെ ഭാവി എന്താണ് എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ലൈഫ് മിഷൻ കൊഴക്കേസിൽ M ശിവശങ്കറിന് ജാമ്യമില്ല. സുവി വിശ്വനാഥനുണ്ട് വിവരങ്ങളുമായി. സുവി, ചോദ്യം ചെയ്യൽ പൂർത്തിയായി റിമാൻഡിലാണ് ശിവശങ്കറിനുള്ളത്. ആ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി. എന്താണ് കാരണമായി പറഞ്ഞത്? രേണുക, ഒറ്റ വാക്കിലുള്ള ഒരു വിധിന്യായമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ M ശിവശങ്കറിന് ജാമ്യമില്ല, ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിധിന്യായം ലഭിച്ചാൽ മാത്രമാണ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തള്ളിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എറണാകുളം PMLA കോടതിയാണ് M ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ
തള്ളിയിരിക്കുന്നത്. ഫെബ്രുവരി 14-ാം തീയതിയാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ 9 ദിവസക്കാലം ചോദ്യം ചെയ്തു. തുടർന്ന് ഈ ഫെബ്രുവരി 24-ാം തീയതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് നടന്നത്. തനിക്ക് രോഗങ്ങളുണ്ട്, ഒപ്പം താൻ ഈ കേസിൽ നിരപരാധിയാണ് എന്നാണ് എം ശിവശങ്കർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. എന്നാൽ എം ശിവശങ്കറിന്റെ വാദങ്ങളൊന്നും തന്നെ കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഇ.ഡി. പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശക്തമായ തെളിവുകളാണ് എം ശിവശങ്കറിന് എതിരെ ഉള്ളത്. കേസെടുക്കുമ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വ്യാപ്തി എം ശിവശങ്കറിന് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നാണ് ഇ.ഡി. പറഞ്ഞത്. ഇ.ഡിയുടെ ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി മുഖവിലക്കെടുത്തു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. എറണാകുളം PMLA കോടതിയാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ PMLA കോടതിയിൽ ഇ.ഡി. ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഉള്ളവ ഹാജരാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ചാറ്റുകളിൽ മറ്റും വിവരങ്ങളിലും ഈ എം ശിവശങ്കർ പല കാര്യങ്ങളും ഒളിക്കുന്നു എന്നാണ് ഇ.ഡി. പറഞ്ഞത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ വലിയ തോതിലുള്ള നിസ്സഹകരണം എം ശിവശങ്കർ പുലർത്തുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കേസിൽ എം ശിവശങ്കറിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്, ജാമ്യം നൽകരുത് എന്ന ഒരാവശ്യം ഇ.ഡി. തന്നെ കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കേസിലുള്ള ഇൻവോൾവ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ.ഡി. ധരിപ്പിച്ചത് ബോധ്യപ്പെട്ടായിരിക്കാം കോടതി ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി ഇ.ഡിയുടെ നീക്കം എന്താകും? തീർച്ചയായും രേണുക ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എം ശിവശങ്കറിന് ജാമ്യം നൽകരുത് എന്നാണ് ഈ വാദം നടക്കുന്നതിനിടയിൽ ഇ.ഡി. ആവശ്യപ്പെട്ടിരുന്നത്. ആ വാദങ്ങളെല്ലാം തന്നെ കോടതി മുഖവിലക്കെടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഘട്ടത്തിൽ ഏതായാലും വിധിന്യായം പുറത്തു വന്നാൽ മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇ.ഡി. കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന CM രവീന്ദ്രനെ വിളിച്ചു വരുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇ.ഡി. വീണ്ടും കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാർച്ച് 7-ാം തീയതി കൊച്ചിയിലെ ഇ.ഡി. ഓഫീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ അന്ന് CM രവീന്ദ്രൻ ഹാജരാകുമോ എന്ന് വ്യക്തമല്ല. നേരത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം അദ്ദേഹത്തോട് കൊച്ചി ഇ.ഡി. ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ആ നിർദ്ദേശം പാടെ തള്ളിയ CM രവീന്ദ്രൻ താൻ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഔദ്യോഗിക കാര്യങ്ങളുണ്ട്, അതിനാൽ തനിക്ക് കൂടുതൽ ദിവസം, അതായത് മറ്റൊരു ദിവസം ഹാജരാകാൻ അനുവദിക്കണം എന്നൊരു കാര്യമാണ് ഇ.ഡിയെ CM രവീന്ദ്രൻ അറിയിച്ചിരുന്നത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസ് അയച്ചതിൽ തന്നെ നിയമസഭാ സമ്മേളനം നടക്കാത്ത ഒരു ദിവസത്തിലേക്കാണ് ഇ.ഡി. ചോദ്യം ചെയ്യലിന് വേണ്ടി നൽകിയിരിക്കുന്നതും. ഏതായാലും ഈ കേസിൽ ശക്തമായ അന്വേഷണവുമായി നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. ശിവശങ്കറിനെ മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന നീക്കമൊക്കെ ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ CM രവീന്ദ്രനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CM രവീന്ദ്രന്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള നിരവധി ചാറ്റ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. CM രവീന്ദ്രന്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശിവശങ്കർ തന്നെ സ്വപ്നയുമായി പങ്കുവെക്കുന്നതൊക്കെ ചാറ്റായി പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CM രവീന്ദ്രൻ ഹാജരാകുന്ന മുറയ്ക്ക് CM രവീന്ദ്രനെയും ശിവശങ്കറിനെയും ഒപ്പമിരുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെയും ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ട എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചാറ്റ് സംഭാഷണത്തിൽ ഇ.ഡി. സംശയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് തന്നെ ഈ ലൈഫ് മിഷൻ കോഴക്കേസിൽ പ്രവർത്തിച്ചു എന്നാണ്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. CM രവീന്ദ്രനും എം ശിവശങ്കറും തമ്മിൽ സ്വപ്നയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള
വാട്സപ്പ് ചാറ്റുകൾ അതിൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ഇരുവർക്കും കാര്യങ്ങൾ അറിയാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 19 കോടി രൂപയാണ് റെഡ് ക്രസന്റ് ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് വേണ്ടി നൽകിയത്. അതിൽ 4.50 കോടി രൂപയാണ് കോഴയായി നൽകിയിരിക്കുന്നത്. വിവിധ സർക്കാർ പ്രതിനിധികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കോഴയായി നൽകിയിരിക്കുന്നത് 4.5 കോടി രൂപയാണ് എന്നാണ് കരുതുന്നത്. അതിൽ 1 കോടി രൂപ ശിവശങ്കറിന്റെ കൈവശം ഉണ്ട്. അത് ശിവശങ്കറിന് ലഭിച്ച കമ്മീഷൻ അടിസ്ഥാനത്തിൽ ലഭിച്ച കോഴപ്പണമാണ് എന്നാണ് കരുതുന്നത്. അതിനപ്പുറം മാർക്കെല്ലാം ഏതെല്ലാം തരത്തിൽ ഈ പണം വീതിക്കപ്പെട്ടു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയേണ്ടത്. ഏതായാലും ആ തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കും. എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പലപ്പോഴും നിഷേധിക്കുകയായിരുന്നു പല കാര്യങ്ങളും. അപ്പോൾ ആണ് മറ്റ് സാക്ഷികളെ കൂടെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത്. UV ജോസ്, അതുപോലെ എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാൽ അയ്യർ തുടങ്ങിയവരെയെല്ലാം തന്നെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി CM രവീന്ദ്രൻ എത്തുന്ന മുറയ്ക്ക് അന്ന് ശിവശങ്കറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേതല്ലെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിൽ നിന്നല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് കത്രിക വയറ്റിലെത്തിയതെന്നും ആരോഗ്യവകുപ്പ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും ഹർഷിന പറഞ്ഞു. അതേസമയം ഹർഷിനയുടെ പരാതിയിൽ കോഴിക്കോട് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചെന്നായിരുന്നു പരാതി. 5 വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കത്രിക പുറത്തെടുത്തത്. എന്നാൽ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റേതല്ലെന്നാണ് ആരോഗ്യമന്ത്രി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും ഉപകരണം നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായില്ലെന്നും 2012ലും 2016ലും ഹർഷിനയുടെ സിസേറിയൻ നടന്ന താമരശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഇൻസ്ട്രുമെന്റ് രജിസ്റ്റർ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് കഠിനമായ വേദന തുടങ്ങിയതെന്നും കുറ്റക്കാരായ ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നതെന്നും ഹർഷിന പറഞ്ഞു. കോളേജിന് ആണോ അല്ലേന്നുള്ള പിന്നെ തീരുമാനിക്കാം. എത്ര വർഷം കിടന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിയാം. എന്റെ ശരീരത്തിൽ ആകെ 3 ഓപ്പൺ സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് സിസേറിയൻ ആണ്. 2 താലൂക്ക് ഹോസ്പിറ്റൽ താമരശ്ശേരിയാണ്. ലാസ്റ്റത്തെ ഇവിടാണ്. ഫസ്റ്റത്തെ 2 ഒരു പ്രശ്നവും എഫക്റ്റും എല്ലാ ദുരന്തവും ദുരിതവും വേദന അനുഭവിച്ച ഞാനല്ലേ. എനിക്ക് വെറുതെ ഇവരെ പേരിൽ അങ്ങനെ ഒരു ആരോപണം നടത്തേണ്ട ആവശ്യമില്ല. എനിക്ക് താമരശ്ശേരി നിന്നാണെന്ന് എനിക്ക് അങ്ങനെ തോന്നലുണ്ടായി. ഞാൻ താമരശ്ശേരി നിന്നാന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞേനെ. ഹർഷിനയുടെ പരാതിയിൽ കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ടായിരുന്ന ഡോക്ടർ വിനയചന്ദ്രൻ, ഡോക്ടർ സജില എന്നിവർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. അതിനിടെ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷിന നടത്തിയിരുന്ന നിരാഹാര സമരം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഇളനീർ നൽകി അവസാനിപ്പിച്ചു. ഹർഷിനയുടെ പോരാട്ടത്തിന് കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി. നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും നീതി ലഭിക്കും വരെ സത്യാഗ്രഹം തുടരാനാണ് ഹർഷിനയുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. തമിഴ്നാട് ആനക്കട്ടിക്ക് സമീപം 2 പേരെ കാട്ടാന കൊന്നു. തൂവ സ്വദേശി മരുതാചലം, മങ്കര സ്വദേശി മഹേഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെ മരുതാചലം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാട്ടാന വരുത്തിയ കൃഷിനാശം കാണാൻ പോയപ്പോഴായിരുന്നു ഒറ്റയാന്റെ ആക്രമണം. മഹേഷ് കുമാർ എന്നയാളെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കിന് പിറകിൽ ടോറസ് ലോറി ഇടിച്ച് 55കാരി മരിച്ചു. ആനക്കാട് സ്വദേശി പള്ളിത്തറ ശശിയുടെ ഭാര്യ ഷീജയാണ് മരിച്ചത്. പരിക്കേറ്റ ശശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഇവരുടെ പിറകിൽ ടോറസ് ലോറി ഇടിച്ചാണ് അപകടമെന്ന് നാട്ടുകാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന സമിതിയുടെ ശുപാർശ പ്രകാരം വേണമെന്നാണ് സുപ്രീംകോടതി വിധി. ഈ കമ്മിറ്റിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിയമനം നടത്തണമെന്നും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിന് കൊളീജിയം മാതൃകയിൽ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ഏകകണ്ഠമായാണ് 5-അംഗ ബെഞ്ച് വിധി പറഞ്ഞത്. ഹിൻഡൻബർഗ് വിവാദത്തിൽ സെബി അന്വേഷണത്തിന് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. അദാനി ഷെയറുകളിൽ കൃത്രിമത്വം നടത്തിയോ എന്ന് സെബി പരിശോധിക്കണം. ഇതിനായി 5-അംഗ അന്വേഷണ സമിതിയെ സുപ്രീംകോടതി നിയോഗിച്ചു. മുൻ ജഡ്ജി അഭയ് മനോഹർ സപ്രെ നയിക്കുന്ന സമിതിയിൽ OP ഭട്ട്, ജസ്റ്റിസ് ദേവ്ധർ, KV കാമത്ത്, നന്ദൻ നിലേകനി എന്നിവരാണുള്ളത്. സെബി അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്.